നമ്മളിന്നിവിടെ നമുക്ക് വന്നൊരു ഓർഡർ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ട് കൊടുക്കുക എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഗൂഗിൾ എടുക്കുക, wildsonestays.com എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അത് ഓണായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബുക്കിംഗ് വന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഡേറ്റിന് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിത് കാണാം, ഓരോ ബുക്കിങ്ങിനും ഓരോ റേറ്റ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കൊന്ന് ബുക്കിങ് നമ്മൾ ബുക്ക് ചെയ്യുന്നതിനാണ്. ഇപ്പോൾ നമുക്ക് ഹോളിഡേ ഹോം ബുക്ക് ചെയ്യുന്നതിനായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ഇൻ ചെക്കൗട്ട് എന്ന് വേണം. അത് ചെക്ക് ഇനിൽ ക്ലിക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഡേറ്റ് ഇപ്പോൾ 8-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ 8-ാം തീയതി 9-ാം തീയതി, അതായത് 8-ാം തീയതി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, 9-ാം തീയതി ചെക്കൗട്ട് ചെയ്യണം. അതാണ് നമ്മളോട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ചെക്ക് ഇൻ ചെക്കൗട്ട്. അതിനുശേഷം ഗസ്റ്റുകൾ എത്ര വരുന്നുണ്ട്, അതായത് ഇപ്പോൾ 8 അഡൽട്ട്സും അല്ലെങ്കിൽ 9 അഡൽട്ട്സും 6 ചിൽഡ്രൻസും അല്ലെങ്കിൽ 6 ചിൽഡ്രൻസും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ക്ലിക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടേത് ഏകദേശം നമ്മുടെ പ്രൈസ് നമ്മൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം, ചെക്കൗട്ട് ചെയ്യേണ്ടത് 11 മണിക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന പ്രൈസ് 9 അഡൽട്ട്സിനും 6 ചിൽഡ്രൻസിനും 25 രൂപയാണ് നമുക്ക് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് അവർ തരേണ്ടത് പ്രൈസ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ അവരുടെ ഒരു ഇമെയിൽ ഐ ഡി. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഈ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ കണ്ടോട്ടോ, അത് കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ, കൊടുത്ത് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, കസ്റ്റമറിൻ്റെ സിറ്റി കൊടുക്കുക, കസ്റ്റമറിൻ്റെ കൺട്രി കൊടുക്കുക, കസ്റ്റമറുടെ സിപ്പ് കോഡ് അറിയെങ്കിൽ അത് കൊടുക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ്, അതായത് ബെഡ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ബെഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഈ ഓർഡർ ഞാനിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ ഓർഡർ എടുക്കാം. അപ്പോൾ ഇപ്പം ഞാനാണ് ഈ ഓർഡർ എടുക്കണമെങ്കിൽ എൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേര് ഷാജി എന്നാണ്. അപ്പം ഞാനിവിടെ ഓർഡർ ടേക്കൺ ബൈ ഷാജി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഞാനാണ് എടുത്തതെന്നുള്ളത് ഇപ്പോൾ അറിയാൻ പറ്റും. എനിക്ക് അഡീഷണൽ ബെഡ് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വൈൽഡ് സോൺ ഹോളിഡേ ഹോമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മളിവിടെ വൈൽഡ് സോൺ ഹോളിഡേ ഹോം ഒന്നുകൂടെ വേറെ ടാബിൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് എ ഫ്യൂ ജെൻറ്റിൽ റിമൈൻഡേഴ്സ് എന്നുള്ളത് വൈൽഡ്, അതുമുതൽ നമ്മൾ എക്സ്ക്ലൂഷൻ വരെയുള്ളത് കോപ്പി എടുക്കുക. ഇവിടെ ബുക്കിങ്ങിൻ്റെ അവിടെ വരിക, അഡീഷണൽ ബെഡിൻ്റെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇച്ചിരി സ്പേസ് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക, അറൈവൽ ടൈം നമ്മൾ 2 മണിക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഇവിടെ ടിക്ക് മാർക്കും നിർബന്ധമായിട്ടും കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ചെക്കൗട്ട് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ, അതായത് എൻക്വയറി വന്നിട്ടുള്ളൂ, നമുക്കത് എൻക്വയറി അതുപോലെ തന്നെ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുക,
ആഡ് ചെയ്തിടുന്നതിന് സെൻഡ് ബുക്കിംഗ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഈ ഡീറ്റെയിൽസ് എല്ലാം എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. പ്രിൻ്റ് ബുക്കിംഗ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു PDF ആയിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടോ? അതിനുശേഷം ഈ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എവിടെയാണോ വേണ്ടത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അവിടെ. അപ്പോൾ ഞാനൊരു പേര് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു മൈൽസ്റ്റോൺ സ്റ്റേസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സേവായി. അതിനുശേഷം നമ്മൾ ഇമെയിൽ അയച്ചു കൊടുക്കുക. നമ്മൾ ആ കസ്റ്റമറിൻ്റെ തന്നെ കൊടുത്താലും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോട്ടോ അവർക്ക് ആ ഡീറ്റെയിൽസ് ഇമെയിൽ വഴി അപ്പം തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തുകൊണ്ട് എന്താണ് അവർക്ക് എന്താണ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോൾ ഏത് മൈൽസ്റ്റോണിൻ്റെ ഏത് പ്രോപ്പർട്ടിയുടെ ആണോ അത് അവർക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അവരുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ അവർക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ വാട്സാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന PDF കൂടെ എന്ത് ചെയ്യുക അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിലിലോട്ട് നിങ്ങളുടെ ഓർഡർ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ബുക്കിംഗ് ആയി. പക്ഷേ എൻക്വയറി ഇട്ട് വെക്കാനായി. ഇപ്പോൾ നമുക്ക് ആര് വിളിച്ചാലും എന്ത് ചെയ്യുക ഇതുപോലെ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ അഡ്മിൻ ഒരാളായിരിക്കും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അഡ്മിൻ എന്ത് ചെയ്യും, ഈ ഓർഡർ കൺഫേം ആണെങ്കിൽ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമെയിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പുതിയൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഓർഡർ നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുക. താങ്ക് യു.